ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിയുന്ന സംശയം പ്രകടിപ്പിച്ച് കോൺഗ്രസ്. ബിജെപിയുടെ 90% സ്ട്രൈക്ക് റേറ്റ് അവിശ്വസനീയമെന്ന് എ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഇങ്ങനെ ഫലമുണ്ടാകാനുള്ള സാഹചര്യം ബീഹാറിൽ ഉണ്ടായിരുന്നില്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ടല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടികളും വിശ്വസിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർ മത്സരിച്ച സീറ്റുകളിൽ 90% പേരും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമാണ്. അത്തരം അത്യപൂർവമായ സാഹചര്യങ്ങൾ, അപൂർവമായ സാഹചര്യം ബീഹാറിലുണ്ടായിരുന്നു. ഞങ്ങൾക്കാർക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളിതിനെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 17C ഫോം അടക്കം എല്ലാ ബൂത്തുകളിൽ നിന്നും എടുക്കുകയാണ്. തേജസ്വി യാദവുമായിട്ടും അതുപോലെ തന്നെ ദീപാങ്കർ ഭട്ടാചാര്യമായിട്ടും അതുപോലെ മറ്റ് അലയൻസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. ബീഹാർ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നേതാക്കൾ കൂടിയാലോചന നടത്തി. വിനിത ബി.ജി. ഡൽഹിയിൽ ചെയ്തു. വിനിത, ഇന്നലെ രാഹുൽ ഗാന്ധി വിഷയമായി പ്രതികരിച്ചിരുന്നു. അമ്പരിപ്പിക്കുന്ന ഫലമാണെന്നും ജനാധിപത്യത്തിനുള്ള പോരാട്ടം തുടരുമെന്നും പറഞ്ഞു. ഇന്ന് രാഹുൽ ഗാന്ധി വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? വോട്ട് ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ അടക്കം രാഹുൽ പറഞ്ഞിട്ടില്ല. സുഹേൽ, ഇന്ന് രാവിലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലായിരുന്നു ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെയാണ് കെ.സി. വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തോൽവി പരിശോധിക്കുമെന്നും ഇതിനോടകം തന്നെ ഘടകകക്ഷികളുമായി ഈ വിഷയം ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തേജസ്വി യാദവുമായും ഒപ്പം തന്നെ ദീപാങ്കർ ഭട്ടാചാര്യയുമായും ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. സഖ്യകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വിശ്വസിക്കാൻ കഴിയാത്തതാണെന്നാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സംസ്ഥാനത്ത് മത്സരിക്കുമ്പോൾ 90% സ്ഥാനാർത്ഥികളും വിജയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതി അത് ഉണ്ടാവുക അപൂർവങ്ങളിൽ അപൂർവമാണെന്നും നിലവിൽ ബീഹാറിലെ സ്ഥിതി അത്തരത്തേക്കുള്ള ഒന്ന് ആയിരുന്നില്ല എന്നും അദ്ദേഹം പറയുകയാണ്. ബീഹാറിലും വോട്ട് അട്ടിമറിക്കപ്പെട്ട് വോട്ടുകൊള്ള നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ സഖ്യം വളരെ കൃത്യമായി പരിശോധിച്ചു വരികയാണ് എന്നും ഇതിനോടകം തന്നെ വിവരശേഖരണങ്ങൾ അത് ഈ ബൂത്തുകളിൽ നിന്നടക്കമുള്ള വിവരശേഖരണങ്ങൾ നടത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഇക്കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. നേരത്തെ തന്നെ ബീഹാറിൽ ഈ വോട്ടുകളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലേക്കുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്താനോ കൃത്യമായിട്ടുള്ളൊരു ഔദ്യോഗിക പ്രതികരണം നടത്താനോ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം പറയുകയാണ്. ഏതാണെങ്കിലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം അത് അവിശ്വസനീയമാണ്. അക്കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തും. അത് ഇന്ത്യ സഖ്യം തന്നെ ഒറ്റക്കെട്ടായി അത് പരിശോധിക്കുമെന്നാണ് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിയാണെന്ന സംശയം കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നു. വോട്ടർ അഡിഷൻ ആണോ വോട്ടർ സബ്സ്ട്രാക്ഷൻ ആണോ കാരണം നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കും. ഇന്ന് രാഹുൽ ഗാന്ധി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.